ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സിന് ഞാനിലേക്ക് സ്വാഗതം. ബെൻസ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നീപ്പോളുടെ ക്യാരക്ടറായിട്ടുള്ള വാൾട്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഗ്ലിംസ് പുറത്തിറക്കിയിരുന്നു. അത് 10 മില്യൺ പ്ലസ് വ്യൂസോ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആർമുറി ക്ലോസ് അടുത്തായിട്ട് ശിവാർത്തിനെ വെച്ചിട്ടാണ് പടം എടുക്കുന്നതെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. മദ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്റ്റംബർ 5 പടം റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 90 days to go എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അവസാന സമയത്തും ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞാൽ ജൂൺ 13 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. മുത്തശ്ശി ഈ വീടിൻ്റെ വൈബ് നല്ല രീതിയിലാണ് പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. പിന്നെ തലൈവൻ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ പുറത്തിറങ്ങാൻ പോവാണ്. പൊട്ടല മുട്ടയ എന്നുള്ള പാട്ട് അത് ജൂൺ 9 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വെങ്കി എന്ന് പറഞ്ഞിട്ടുള്ള 4K റിലീസ് ചെയ്യാൻ പോവാണ് ജൂൺ 13. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട് അറിയിച്ചുകൊണ്ടുള്ള. പിന്നെ DNA എന്ന് പറഞ്ഞിട്ടുള്ള അദർവിങ് നിമിഷ സജയനും മെയിൻ കഥാപാത്രമായിരുന്നോടും ജൂൺ 20 റിലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ സെക്കൻഡ് സിംഗിൾ ആയിട്ടുള്ള ഫീലിംഗ് പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ആൻപാവം കൊല്ലാതെന്ന് പറഞ്ഞ പടത്തിലത്തെ ഫസ്റ്റ് സിംഗിൾ വരാൻ പോവാണ് ജ്യോതി പൊരുത്തെന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അത് ജൂൺ 9 വരെ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ടൈം ഒന്നും അറിയിച്ചിട്ടില്ല. പിന്നെ ആരുടെ 36ാമത്തെ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടൈറ്റിൽ ടീസർ വരാൻ പോവാണ് ജൂൺ 9 5 മണിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ കേരള റൈറ്റ്സ് എടുത്തിരിക്കുന്നത് SMK റിലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജൂൺ 13 റിലീസ് ആവാനുള്ള അറിയിച്ചു. പിന്നെ എക്ക എന്ന് പറഞ്ഞ പടത്തിലത്തെ ബാംഗിൾ ബംഗാരി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ലിറിക്കൽ വീഡിയോ ആണ്. പിന്നെ മിത്രമണ്ഡലി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ആങ്കോൻ കി ഗുസ്താൻഗിയ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തിറങ്ങി. പിന്നെ 8 വസന്തിലും എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ 2 ഒഫീഷ്യൽ ടീസർ 2 പുറത്തിറക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ രണ്ടാമത്തെ ടീസർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞാൽ ജൂൺ 27 റിലീസ് ആവുന്നതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിൻ്റെ അടുത്ത് ഹാർഡ് ഡിസ്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസൊക്കെ വന്നിരുന്നു. പക്ഷേ ജൂൺ 27 റിലീസ് ആവുന്നതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പോസ്റ്ററിൽ അറിയിച്ചിട്ടുള്ളത്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ റിലീസിന് എത്തിക്കുന്ന ആശീർവാദ സിനിമാസാണ് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്ററാണ്. പിന്നെ പടക്കളം എന്ന് പറഞ്ഞിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ 10 പുറത്തിറങ്ങുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ 3 days to go പോസ്റ്റർ വന്നു. ഇത് ഇന്നലെ വന്ന പോസ്റ്ററാണ്. ഇനി 2 ദിവസം കൂടിയുള്ള പടം റിലീസ് ആവാൻ. പിന്നെ ഹൗസ്ഫുൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള പടം ഇന്ത്യയിൽ നിന്ന് 24.35 കോടിയാണ് ഫസ്റ്റ് ഡേയിൽ നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കുബേര എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷിൻ്റെ പടം ജൂൺ 20 റിലീസ് ആവുന്നത്. അപ്പോൾ ആ പടം കേരളത്തിൽ റിലീസിന് എത്തിക്കുന്നത് ദുൽഖർ സൽമാൻ്റെ വേഫാറർ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനി ആയിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ദിലീപിനെ വെച്ചിട്ട് ഷാഹി കബീർ ഒരു പടം എടുക്കുന്ന രീതിയിൽ കേട്ടിരുന്നു. പക്ഷേ രതീഷ് അമ്പട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. സ്ക്രിപ്റ്റ് ആയിരിക്കും ഷാഹി കബീർ ചെയ്യാന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും പടം നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നായാട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ 2ാം ഭാഗം വരും എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. അത് ഷാഹി കബീർ ഇങ്ങനെ പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലാണ് പറയാൻ സാധിച്ചത്. ഈ നായാട്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ക്ലൈമാക്സിൽ പോലീസിനൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള കോടതി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് കോർട്ട് റൂം ഡ്രാമ ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നതാണ് കേൾക്കുന്നത്. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ZEE5 ആയിരിക്കും OTT റിലീസ് ആവുന്നതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ജാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള OTT റിലീസ് ആയിരുന്നു. ഒരു കുഴപ്പമില്ലാത്ത ഒരു പടം, ലോജിക്കൊക്കെ മാറ്റി വെച്ച് കാണുകയാണെങ്കിൽ ജസ്റ്റ് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു പടം എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. എന്തായാലും 10 7 ആയിട്ട് കൊടുക്കാം. അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ സ്റ്റോറി കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ചോട്ടാമുംബൈ എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേയിൽ കേരളത്തിൽ നിന്ന് 35 ലക്ഷം അല്ലെങ്കിൽ 37 ലക്ഷമായിട്ടാണ് നേടിയിട്ടുള്ളതെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. സെക്കൻഡ് ഡേയിൽ ഏകദേശം 50 ലക്ഷത്തിൻ്റെ മോളിക്കാന്നുള്ള രീതിയിലും കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ള കറക്റ്റായിട്ട് അറിയത്തില്ല. പിന്നെ സർദാർ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഇവർ കേക്ക് കട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2 ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ കാലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമായിട്ട് ഷൂട്ടിംഗ് തുടങ്ങുന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 2025 ലാസ്റ്റിലോ അല്ലെങ്കിൽ ജനുവരി 2026 ആയിട്ടായിരിക്കും പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണിത്. പിന്നെ OG എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പവൻ കല്യാണ്ടും അതേമാതിരി അർജുൻ ദാസിനും കൂടിയിട്ടുള്ള 2 ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. 2 സ്ക്രീനിൽ കാണിക്കാം. എന്തായാലും ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞെന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പാക്കപ്പ് ഫോർ ഗംഭീര എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ പവൻ കല്യാണം മാത്രം ഷൂട്ടാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന് അറിയില്ല. എന്തായാലും ഇനി റിലീസിനുള്ള തയ്യാറെടുപ്പിലാന്നുള്ള അവരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോസ്റ്റർ ഇതാണ്. പിന്നെ അനീഫദ്ദീനെ അടുത്തായിട്ട് എടുക്കാൻ പോണ പടങ്ങളിൽ ഒരു പടം നണ്ടമുറി ബാലകൃഷ്ണനെ വെച്ചിട്ട് എടുക്കും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അത് ആക്ഷൻ രീതിയിലുള്ള ഒരു പോലീസ് സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള കഥ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും കറക്റ്റ് നമുക്ക് കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ആളുടെ അഖണ്ഡ 2 എന്ന് പറഞ്ഞിടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് വരാൻ പോവാണ്. അത് ഇന്ന് 10:54 രാവിലെ പുറത്തിറങ്ങുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. എന്താ അപ്ഡേറ്റ് കാര്യങ്ങൾ എന്നുള്ള അറിയത്തില്ല. പിന്നെ ആലപ്പുഴ ജിംഖാന എന്ന് പറഞ്ഞ ജൂൺ 5 OTT റിലീസ് ആവുമെന്ന് പറഞ്ഞു കിട്ടിയിരുന്നു. പക്ഷെ അന്ന് റിലീസ് ആയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ വേറെ റിലീസ് ഡേറ്റ് അറിയിച്ചിട്ടുണ്ട് ജൂൺ 13 എന്നുള്ളത്. എന്തായാലും മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്ന് പറഞ്ഞ 5 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങുക. സോണി ലിവിലൂടെയാണ് പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ 12 രാത്രി ആകുമ്പോഴത്തേനും പടം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ കാട്ടാളൻ എന്ന് പറഞ്ഞിട്ടുള്ള പെപ്പ എവിടേക്ക് പടം ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് 2ാമത്തെ പ്രൊഡക്ഷനിൽ വരുന്ന പടമാണ് മാർക്കോക്ക് ശേഷം. എന്തായാലും ഈ പടത്തിൽ സുനിൽ ഓൺബോർഡ് ആയിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. സുനിൽ ജോയിൻസ് ദ ഹണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ സ്ക്രീനിൽ എടുക്കാം. അതേമാതിരി കബീർ ദുഹാൻ സിംഗും ഓൺബോർഡ് ആയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ തന്നെ ജോയിൻസ് ദ ഹണ്ട് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ AI-22x എന്ന് വെച്ചാൽ അല്ലർജൻ്റെ 22ാമത്തോളം അറ്റ്ലിയാണ് എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ്ലിൻ്റെ 6ാമത്തെ പടമാണിത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്നലെ രാവിലെ 11 മണിക്ക് വരുന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് വേറെ ഒന്നല്ല, പടത്തിൽ നായിക ആയിരുന്നുള്ള അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ ഒരു ഗ്ലിംസ് പുറത്തിറങ്ങി. അതേമാതിരി ഒരു ഗ്ലിംസ് ദിവ്യ അവിടുക്കാണ് പടത്തിൽ നായിക എത്തുന്നത്. എന്തായാലും വെൽക്കം ഓൺ ബോർഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ദ ക്യൂൺ മാർച്ചസ് ടു കോൺഗർ എന്നുള്ള രീതിയിൽ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ. എന്തായാലും വീഡിയോയിൽ ഇവർ ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ ചെയ്യുന്ന അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് ഇതിൻ്റെ മെയിൻ പരിപാടി വെച്ചാൽ കൂടുതൽ VFX
രീതിയിൽ ആവശ്യമുള്ള ഒരു പടമാണിത്. അതിന്റെ കാര്യങ്ങളും ഇതൊക്കെ കാണിച്ചിട്ടാണ് നിർത്തിയിട്ടുള്ളത്. എന്തായാലും നല്ല ഗ്ലിംസ് ആയിട്ടാണ് തോന്നിയത്. പടം എന്തായാലും ഗംഭീരമായി വരുന്നു പ്രതീക്ഷിക്കാം. പിന്നെ WCU വെഫാറർ സിനിമാറ്റിക് യൂണിവേഴ്സ് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ട്. എന്തായാലും അതിന്റെ ഒഫീഷ്യൽ ലോഗോ ഒക്കെ കുറച്ച് മുന്നേ പുറത്തിട്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്നത് ഡൊമിനിക് അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നലെ 6 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും വന്നിട്ടുണ്ട്. ലോക എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി പാർട്ട് 1 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നുള്ള രീതിയിലാണ് ഈ പടത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും നെസ്ലിനും കല്യാൺ പ്രിയദർശനുമാണ് ഈ പടത്തിൽ മെയിൻ കഥാപാത്രങ്ങൾ എത്തുന്നത്. പിന്നെ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അടുത്തായിട്ട് വരാൻ പോകുന്നത് ടോവിനോ തോമസിന്റെ പടമായിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. അതേമാതിരി ദുൽഖർ സൽമാന്റെ വരാണ്ട് ഈ പടത്തിൽ ഇവരുണ്ടാക്കാൻ ഒരു ക്യാമിയോ ചെയ്യുന്ന രീതിയിൽ കേൾക്കുന്നുണ്ട്. എന്താണെന്നുള്ളതെന്ന് അറിയില്ല. എന്തായാലും പോസ്റ്റർ നല്ല പോസ്റ്റായിട്ടാണ് തോന്നി. VFX കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ പോസ്റ്ററിൽ തന്നെ ആ ക്വാളിറ്റി കാണാനുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ ഫ്രീ കൂടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ.